അങ്ങനെ മറുഭാഗത്ത് രവിയും സൗമ്യയും സച്ചുവും അപ്പുകുട്ടനും പുറത്തോട്ടൊക്കെ ഇപ്പോൾ കറങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ബൈക്കിലല്ല പോക്ക്, ഫുള്ള് കാറിലാണ്. അമ്മയെ വിളിച്ചാൽ അമ്മ വരികയില്ല. അമ്മ പറയും നിങ്ങൾ പോയിട്ട് വാ. അമ്മ മനഃപൂർവ്വം ചെല്ലാത്തതാണ്. കാരണം അവരുടേതായിട്ടുള്ള പ്രൈവസിയിൽ തൻ്റെ ഇടപെടൽ വേണ്ട എന്ന് അമ്മ തീരുമാനിച്ചു. അച്ഛനിപ്പോൾ നാട്ടിലില്ല. അച്ഛന് വീണ്ടും ഒരു ജോലി ശരിയായി. കുറച്ച് ദൂരെയാണ്. അച്ഛൻ മാസത്തിൽ 1-2 ദിവസമേ ഇവിടെ കാണുകയുള്ളൂ. പിന്നെ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നേരം പോകുന്നു. അമ്മ അമ്മയുടേതായിട്ടുള്ള ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അമ്മയ്ക്ക് വേറെ ആളുടെ പ്രൈവസിയിലൊന്നും ഇടപെടുന്ന ഇഷ്ടമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. താൻ അവിടെ വലിഞ്ഞു കയറി ചെല്ലുന്നത് ഒരു പക്ഷേ അവർ നിർബന്ധിച്ചാൽ പോലും പോകരുത് എന്നതാണ് അവരുടെ ഒരു ചിന്ത. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി കാണുമല്ലോ. എപ്പോഴും നമ്മളിങ്ങനെ അവരുടെ കൂടെ കറങ്ങാനൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലെങ്കിലും ഒരു ഇത് തോന്നും. ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രമ്യയുടെ അമ്മ. അതുകൊണ്ട് തന്നെ അവർ എത്ര നിർബന്ധിച്ചാലും രമ്യയുടെ അമ്മ അവരോട് കറങ്ങാൻ പോവില്ല. പിന്നെ അത് അറിയാവുന്നത് കൊണ്ട് തന്നെ രവി അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അവൻ എന്ത് കഴിച്ചാലും അതിലൊരു പങ്ക് അമ്മയ്ക്ക് കൊണ്ടുവരും. അത് അമ്മയെ കണ്ട നാൾ മുതലേ രവിക്കുള്ളതാണ്. കാരണം അമ്മയെ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ പോലും രവിയുടെ അമ്മയോ അച്ഛനോ രവിയെ തിരക്കി വന്നിട്ടില്ല. രവി അത്യാവശ്യം നല്ല നിലയിൽ എത്തിയിട്ട് പോലും അവരുടെ ഭാഗത്തൊന്നും ആരും വന്നിട്ടില്ല. രവിയും കാണാൻ പോയിട്ടില്ല. കാരണം അമ്മയുടെയൊക്കെ ഭാഗത്തുനിന്ന് അത്രത്തോളം മോശം അനുഭവമാണ് രവിക്കുള്ളത്. രമ്യയുടെ അമ്മയാണ് തൻ്റെ അമ്മ. അങ്ങനെ തന്നെയാണ് അവൻ എല്ലാവരോടും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കറങ്ങാനൊക്കെ പോയി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബീച്ചിലൊക്കെ പോയി. ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന് ആലോചിച്ചു. എങ്കിലും സച്ചുമോള് പറഞ്ഞു വേണ്ട അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയി അപ്പുക്കുട്ടനുമായിട്ട് കളിക്കണം. സൗമ്യ പറഞ്ഞു ഓ എങ്കിൽ ശരി വീട്ടിൽ പോവാം. അവൾക്ക് നീരസം വരുന്നുണ്ടായിരുന്നു. അച്ഛനും മക്കളും ഒക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു മൈൻഡില്ല എന്നെ. രവി പറഞ്ഞു നമുക്കൊരു ദിവസം പോവാടി സിനിമയ്ക്ക്, നമുക്ക് ഈ പിള്ളേരെ അവിടെ ഇട്ടിട്ട് പോവാം. തമാശയ്ക്ക് പറഞ്ഞു. അപ്പുക്കുട്ടനും സച്ചും കൂടെ അച്ഛനെ വഴക്ക് പറഞ്ഞ് ഊപ്പാട് വരുത്തി. അങ്ങനെ അവർ സന്തോഷത്തോടെ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. എല്ലാവരും ഫ്രഷായി. രവിയും സൗമ്യയും കൂടെ റൂമിലേക്കും കുട്ടികൾ രണ്ടുപേരും അമ്മാമ്മയുടെ കൂടെയും കിടക്കാൻ പോയി. റൂമിൽ കയറി കുറച്ചു നേരം അവർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷം രവി പറഞ്ഞു കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എല്ലാവർക്കും. കുറേ കാലമായില്ലേ തുണിയൊക്കെ എടുത്തിട്ട്. കല്യാണ സമയത്ത് അങ്ങാണ്ട് എടുത്തതാണ്. പിള്ളേർക്കാണെങ്കിലും വീട്ടിലിടാനൊക്കെ ഡ്രസ്സ് കുറവല്ലേ, നമുക്ക് രണ്ടുപേർക്കും പോയി കുറച്ച് ഡ്രസ്സ് എടുത്താലേ, കുട്ടികളെ കൊണ്ടുപോകണ്ട, രവി പറഞ്ഞു. സൗമ്യയും ആ കാര്യത്തോട് യോജിക്കുന്നുണ്ടായിരുന്നു. സത്യമാണ്, കുട്ടികൾക്കൊക്കെ ഇടാൻ ഒരുപാട് ഡ്രസ്സുകൾ കുറവാണ്. കാരണം കുട്ടികളൊക്കെ വലുതായി വരികയാണ്. ഇപ്പോഴുള്ള ഡ്രസ്സെല്ലാം നന്നേ ചെറുതാണ്. നമുക്ക് പോകാൻ രവിയേട്ടാ, അവൾ പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച രണ്ടുപേരും കൂടി കടയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കുട്ടികളോട് ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് രവിയും സൗമ്യയും കൂടി കടകളിലേക്ക് പോയി. 2-3 കടകളിൽ കയറി. ഒരിടത്തും ഒരു സെലക്ഷൻ ഇല്ല. നല്ല ഡ്രസ്സുകളൊന്നും എങ്ങുമില്ല. അവർക്കൊന്നും കണ്ണിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നോക്കി അവസാനം എത്തിയ കടയോ രമ്യയുടെ കട, രമ്യ നിൽക്കുന്ന കട. അങ്ങനെ അവർ രണ്ടുപേരും കടയിലേക്ക് ചെന്നു. രമ്യയ്ക്ക് മുകളിലത്തെ നിലയിലായിരുന്നു ഡ്യൂട്ടി. ഇവർ വന്ന കാര്യം രമ്യ അറിഞ്ഞതേയില്ല. അങ്ങനെ അവർ ഓരോ സെക്ഷനിലും കയറി ഇറങ്ങി ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് മുകളിലേക്ക് ചെന്നു. രവിയുടെ കണ്ണുകൾ അറിയാതെ രമ്യയുടെ മുഖത്തേക്ക് പതിഞ്ഞു. അവന് ശരീരം മുഴുവൻ ഒരു ഷോക്ക് ഏൽക്കുന്നത് പോലെ തോന്നി. അവന് പെട്ടെന്നൊരു ടെൻഷനും പരവേശവും വന്നി. ഇതൊന്നും സൗമ്യയോ അല്ലെങ്കിൽ തുണിക്കടയിൽ നിൽക്കുന്ന രമ്യയോ അറിഞ്ഞതേയില്ല. അവൾ വേറെ ഏതോ കസ്റ്റമർ അടുത്ത് തകൃതിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ എത്രയും വേഗം ആ തുണിക്കടയിൽ നിന്ന് ഇറങ്ങണമെന്ന് തോന്നി. പക്ഷേ രമ്യയ്ക്ക് ആ തുണിക്കട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ, ഒരുപാട് ഡ്രസ്സ് ഐറ്റംസും ഉണ്ട്. സൗമ്യയ്ക്ക് രമ്യയെ അറിയില്ല. അതൊരു വലിയ കാര്യമായി അവന് തോന്നി. അല്ലായിരുന്നുവെങ്കിൽ അവളെടുത്ത് നിന്നുകൊണ്ട് വർത്തമാനം പറയുക അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുകയൊക്കെ ചെയ്തേനെ. പക്ഷെ അവന് വല്ലാത്ത നെഞ്ചിടിപ്പ് തോന്നി. എങ്ങനെയെങ്കിലും ആ കടയിൽ നിന്ന് ഇറങ്ങണമെന്ന് തോന്നി. അവിടെ നല്ല സെലക്ഷൻ ഉള്ളതുകൊണ്ട് സൗമ്യ ഉടനെ ഒന്നും ഇറങ്ങുമെന്നും തോന്നുന്നു. രമ്യയുടെ നോട്ടം തൻ്റെ അടുത്തേക്ക് വന്നിട്ടൊന്നുമില്ല. പക്ഷെ അവൻ നന്നായിട്ട് അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പഴയ ആ ഭംഗിയുള്ള മുഖമേ അല്ല, നല്ല പരുക്കൻ രീതിയിലേക്ക് അവളുടെ മുഖം മാറിയിരിക്കുന്നു. പണ്ടത്തെ ആ കുട്ടിത്തോ ശാലീനതയോ ഒന്നും അവളുടെ മുഖത്ത് കാണാൻ പോലും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ മെച്യൂർഡായിട്ടുള്ള ഒരു സ്ത്രീയെ പോലെ തോന്നിച്ചു. ഇത് രമ്യ തന്നെയാണോ എന്ന് അവന് സംശയം തോന്നി. അവൻ നന്നായി നിരീക്ഷിച്ചു. അതേ, രമ്യ തന്നെയാണ്. എവിടെയൊക്കെയോ പഴയ ആ ഒരു രീതി ഉണ്ട്. പക്ഷേ അവൾ മൊത്തത്തിൽ മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ കണ്ടാൽ തന്നെ നല്ല പ്രായവും തോന്നിക്കുന്നു.
തന്നെക്കാട്ടി എത്രയോ വയസ്സിന് ഇളയ കുട്ടിയായിരുന്നു. എന്തിന്, സൗമ്യയെക്കാട്ടി ഇളയതാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രായവും വന്നിട്ടുണ്ട്. ജീവിതം നല്ല കഷ്ടപ്പാടാണെന്ന് അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്തോ ഒരു മനസ്സിലൊരു വേദന അരിച്ചിറങ്ങുന്നത് അവന് തോന്നി. ഒരു പക്ഷേ ഒരിക്കൽ താൻ സ്നേഹിച്ചിരുന്നത് കൊണ്ടാകാം അവളെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതെന്ന് അവന് മനസ്സിലായി. അവൻ ഒതുങ്ങി ഒതുങ്ങി പോവുകയായിരുന്നു. ഇടയ്ക്ക് സൗമ്യ വിളിച്ചിട്ട് ചേട്ടാ ഇത് നോക്കി, ചേട്ടാ ഇത് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവന് വന്ന് നോക്കാനുള്ള ധൈര്യമില്ല. അവളുടെ കണ്ണുകളങ്ങനെ തൻ്റെ മേൽ പതിക്കുമോ എന്നായിരുന്നു അവൻ്റെ പേടി. അവൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവളുടെ ആ രൂപവും പഴയ രമ്യയും പഴയ തങ്ങളുടെ ജീവിതവും അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അവളെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. എന്ത് നല്ല പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. തുണിക്കടയിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൾ പോയത് അവന് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കി. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ കൺമുന്നിൽ വന്ന് പെടരുത് എന്നായിരുന്നു ആഗ്രഹിച്ചത്. ദൈവം തൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ എന്ന് ഓർത്തപ്പോൾ അവന് നന്നായിട്ട് സങ്കടം വന്നു. കണ്ണുകൾ നിറയാതിരിക്കാൻ അവൻ പാടുപെട്ടു. അപ്പുക്കുട്ടൻ കൂടെ ഇല്ലാതിരുന്നത് നന്നായി. ഒരുപക്ഷെ അപ്പുക്കുട്ടൻ അറിയില്ല എങ്കിൽ പോലും അവളുടെ കണ്ണുകൾ അങ്ങനെ അപ്പുക്കുട്ടൻ്റെ മേൽ പതിച്ചാലോ? കാരണം എത്രയായാലും കുഞ്ഞുങ്ങൾ എത്ര വളർന്നാലും അമ്മമാർക്ക് സ്വന്തം മക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായാൽ ആകെപ്പാടെ പ്രശ്നമായേനെ. അപ്പുക്കുട്ടനെ ഒന്നും കൊണ്ടുവരാൻ എത്ര നന്നായെന്ന് അവന് തോന്നി. അങ്ങനെ സൗമ്യ ഡ്രസ്സെടുത്ത് അവസാനം രമ്യയുടെ അടുത്തെത്തി. ഓരോ ഡ്രസ്സിൻ്റെ അളവും സൈസും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ പോകണമെന്ന് അവളോട് ആംഗ്യം കാണിച്ചിട്ട് താഴേക്ക് പോയി. കാരണം രമ്യയുടെ അടുത്ത് നിൽക്കുമ്പോൾ സൗമ്യ രവിയെ വിളിച്ചാൽ ആകെപ്പാടെ താൻ പെട്ടത് തന്നെ. അവൻ ബാത്റൂമിൽ പോകുന്നുവെന്ന് പറഞ്ഞ് താഴത്തെ നിലയിൽ തന്നെ നിന്നു. സൗമ്യ കുറേ കഴിഞ്ഞപ്പോൾ രവിയേട്ടനോട് സംശയം ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി. ഈ മനുഷ്യൻ ഇതുവരെ മൂത്രം ഒഴിച്ചിട്ട് വന്നില്ലേ? രമ്യ ചോദിച്ചു. ഇത് മതിയോ മാഡം? ആ മതി. വേറെ സെലക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെ അവൾ കുറേ അധികം എടുത്ത് കാണിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കളറും നിറവും സൈസും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനോടൊന്ന് ചോദിക്കട്ടെ? രമ്യയോട് സൗമ്യ പറഞ്ഞു. ഹസ്ബൻഡ് എവിടെ? അവൾ ചോദിച്ചു. ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, താഴെ ബാത്റൂമിലോട്ട് പോയി. ചേട്ടൻ്റെയും കൂടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വാങ്ങിക്കുന്നത്. മോനും കൂടെ ഉണ്ടായി. മോൻ എത്ര വയസ്സായി? രമ്യ ചോദിച്ചു. മോനിപ്പോൾ 11 വയസ്സാവാൻ പോകുന്നു, സൗമ്യ പറഞ്ഞു. ആണോ? അപ്പോൾ 11 വയസ്സുള്ള കുട്ടിക്ക് ഈ സൈസായിരിക്കും കറക്റ്റ്, അവൾ പറഞ്ഞു. അങ്ങനെ രമ്യ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് സൗമ്യയ്ക്ക് കൊടുത്തു. താങ്ക് യു മാഡം. ഹസ്ബൻഡ് വന്നില്ലേ ഇതുവരെ? താഴോട്ട് പോയിരിക്കും. ഞാനെങ്കിൽ താഴോട്ട് പോട്ടെ മാഡം? ഓക്കെ പൊയ്ക്കോളൂ, സാധനം താഴെ എത്തിക്കും. അങ്ങനെ രമ്യയോട് യാത്ര പറഞ്ഞ് സൗമ്യ താഴോട്ട് പോയി. സൗമ്യ താഴേക്ക് ഇറങ്ങി വരുന്നത് രവി സൈഡിൽ നിന്നുകൊണ്ട് കണ്ട്. എന്നിട്ട് അവനൊന്നും അറിയാത്ത പോലെ അവളുടെ അടുത്തേക്ക് വന്നു. ബാത്റൂമിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചത്. അവിടെ നിൽക്കുന്ന ലേഡി നല്ലൊരു ലേഡി, രമ്യയാണ് ഉദ്ദേശിക്കുന്നതെന്ന് രവിക്ക് മനസ്സിലായി. അവരാണ് മോനുള്ള ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്തത്, കളറും സൈസും ഒക്കെ. നല്ല സഹകരണമുള്ള സ്ത്രീ. തുണിക്കടയിൽ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ, സൗമ്യ പറഞ്ഞു. രമ്യയ്ക്ക് സ്വന്തം മോനുള്ള ഡ്രസ്സാണ് താൻ സെലക്ട് ചെയ്തതെന്ന് അറിയില്ലായിരുന്നു. രവിയും അത് ആലോചിച്ചു. സ്വന്തം മോനുള്ള ഡ്രസ്സ് അമ്മ തന്നെ സെലക്ട് ചെയ്തു. എന്തൊരു വിധിയാണിതൊക്കെ. അറിഞ്ഞോ അറിയാതെ സ്വന്തം അമ്മ തന്നെ മകനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടി വന്നതേ. ഓഹ് ദൈവമേ, എന്ത് പരീക്ഷണമാണ് ജീവിതം എന്നവൻ ആലോചിച്ചു. അങ്ങനെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ കയറി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഏട്ടാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, സൗമ്യ പറഞ്ഞു. പക്ഷേ അവനൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവൾ വർക്ക് ചെയ്യുന്ന തുണിക്കട ഏതാണെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി. ഇനി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ശ്രമിക്കണം. ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്നായിരുന്നു അവൻ്റെ സംശയം. കാരണം ഓണത്തിനൊക്കെ ഇനി ഡ്രസ്സ് എടുക്കേണ്ടി വരുമല്ലോ. അവൾക്ക് ഈ തുണിക്കട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലേഡി സ്റ്റാഫിൻ്റെ പേരെന്താണെന്ന് അറിയാമോ രവിയേട്ടാ? എന്താ? രമ്യ എന്നാണ്. ഞാൻ ചോദിച്ചു സ്ഥലവും കാര്യങ്ങളും ഒക്കെ. അതിനിടയ്ക്ക് നീ പരിചയപ്പെടാനും പോയോ? നല്ലൊരു പെണ്ണ്. സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഇഷ്ടമായി. സൗമ്യ പതിവില്ലാതെ ആ ലേഡിയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവനിൽ അസ്വസ്ഥത ഉളവാക്കി. എങ്ങനെയെങ്കിലും അങ്ങ് വീടെത്തിയാൽ മതി രവിയേട്ടാ, കടയിൽ നിർത്ത് രവിയേട്ടാ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, അവൾ പറഞ്ഞു. അങ്ങനെ കടയിൽ നിർത്തി ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗമ്യ അവൻ്റെ മുഖം ശ്രദ്ധിച്ച്. എന്ത് പറ്റി രവിയേട്ടാ? ഒരു വല്ലായ്മ പോലെ. കടയിൽ കയറിയിടം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എനിക്കെന്തോ വയറിനൊരു വല്ലാതെടി, അതുകൊണ്ടാണ്. എന്ത് വയറിന് വയ്യേ? ആശുപത്രി പോകണോ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. അവൻ കഴിക്കുന്നതിനിടയിലും അവന് രമ്യയുടെ മുഖമായിരുന്നു മനസ്സ് മുഴുവൻ. അത് അവളോട് പറയാൻ പറ്റുമോ? അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവർ കടയിൽ നിന്ന് ഇറങ്ങി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണേ എന്നായിരുന്നു രവിയുടെ ആഗ്രഹം. കാരണം കുറേയേറെ കാര്യങ്ങൾ അവൻ്റെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അമ്മയോട് തുറന്നു പറയണമെന്ന് തന്നെ രവി തീരുമാനിച്ചു. അങ്ങനെ അവർ വീടെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.